മിക്കവാറും നമ്മൾ കൂന്തലൊക്കെ വെക്കുക റോസ്റ്റ് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ തോരൻ വെക്കും തേങ്ങയൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ ചതച്ചിട്ട്. പക്ഷെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടെ. നമ്മൾ കൂന്തൽ വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചെടുത്ത് ആ ഒരു രീതിക്ക് കിട്ടും. എന്നാൽ സാധാരണ കൂന്തൽ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് അങ്ങനെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാറ്റിയെടുത്ത് വളരെ സിമ്പിളായിട്ട് നല്ല സ്വാദിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഇതിലേക്കൊരു അരപ്പുണ്ടാക്കണം. അതിലേക്കൊരു 10-15 അല്ലെങ്കിൽ 20ഓളം വരുന്ന വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാളയുടെ പകുതി അല്ലെങ്കിൽ ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക്, നാടനായാലും നമ്മൾ അങ്ങാടി മുളകായാലും കുഴപ്പമില്ല, പിന്നെ ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ചതച്ചെടുക്കണം. നമ്മൾ വിനാഗിരി ചേർത്തിട്ട് വേണ്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഈ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കുറച്ച് എരിവും പുളിയൊക്കെ ഒന്ന് മുന്തി നിൽക്കണം. വിനാഗിരി ഒക്കെ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അധികം പുളി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചാൽ മതി. എന്തായാലും അരപ്പ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലയും കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരിക്കലും കരിഞ്ഞു പോരുത്തിട്ട്. ഈ മസാല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കൂന്തലിൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റ് പോവുകയും ചെയ്യും, ഒരു കയ്പ്പ് രുചി കയറുകയും ചെയ്യും. മസാല മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മുപ്പിച്ചെടുക്കാം. പൊടികളുടെയൊക്കെ മണം ആ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു അരക്കപ്പ് വെള്ളം ചേർത്താൽ മതി. ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. എപ്പോഴും നമ്മൾ പാകം ചെയ്യണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കട്ടെ നല്ലത്. ആ വെള്ളം ഒഴിച്ചൊന്ന് തള വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ചേർക്കാം. നമ്മൾ വട്ടത്തിലും നല്ലതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. അതുപോലെ തന്നെ കൂന്തലിൻ്റെ തല ഇഷ്ടമില്ലാത്തവർക്ക് അത് ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ ഞങ്ങളോടൊക്കെ തല കഴിക്കും. അഥവാ തല ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ ഭാഗത്ത് മഷിയൊക്കെ കളഞ്ഞിട്ട് വേണം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. കൂന്തലിൻ്റെ തല ആരെങ്കിലും കറിയിൽ ഇടുമോ, ആരെങ്കിലും കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്. നിങ്ങൾ കഴിക്കണമെങ്കിൽ കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. കൂന്തലൊന്ന് വെന്ത് വരുന്നവരെ ഇടയ്ക്കൊന്ന് അടച്ചു കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സംഭവം ഇതുപോലെ നല്ല തള വന്നിട്ടുണ്ട്. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളി പൊടികളൊക്കെ മിക്സ് ആയിട്ടുള്ള ആ ഒരു ചാറുണ്ടല്ലോ, അത് ഈ കൂന്തലേക്ക് പിടിച്ച് വരുന്ന പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത്രയും വിശദമായിട്ട് പറയുമ്പോൾ നിങ്ങൾ തോന്നും കുറേ സമയം എടുക്കുന്നു. സംഭവം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കട്ടെ. വെളുത്തുള്ളി ഇഞ്ചി ആ ഒരു മസാലക്കൂട്ട് ചതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തക്കാളി സബോളയൊക്കെ വഴറ്റി വരുമ്പോൾ തന്നെ അത്യാവശ്യം സമയം എടുക്കും. അതിന് വേറെ സ്വാദ് തന്നെയാട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ഇതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാം. പക്ഷേ ഞാൻ ഒന്നുകൂടി ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ശരിക്കും ഒരു ടേസ്റ്റ് വരിക. ഒരു നുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്തായാലും നമ്മുടെ ഐറ്റം ഇടേണ്ട കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയുമാണ് കേട്ടോ. പച്ചമുളക് ഉണ്ടെങ്കിലും അതും കൂടി ചേർക്കുക. ഇത് ഓൾറെഡി നല്ല അത്യാവശ്യം എരിവായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കേണ്ടത്. അവസാനം 2 നുള്ളി ഗരം മസാല കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മൾ ശരിക്കും വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. പണ്ടൊക്കെ മിക്കവാറും അമ്മ ഇങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക. കാരണം തക്കാളി സവോളയൊക്കെ എരിഞ്ഞ് കുറേ സമയം കണ്ടിട്ട് നല്ലത് നമുക്കൊരു മീൻ പൊരിച്ചതിൻ്റെ തുല്യമായിട്ട് കഴിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി ഐറ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ടും കമൻറ്റ് ചെയ്യണം.